ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് ഹിപ്പർ പപ്പിക്കുട്ടീനെ ഉണ്ടാക്കിയാലോ? എൻ്റെ കയ്യിലാകെ ക്ലെയിം കളർ മാത്രമേ ഉള്ളൂ. ബാക്കി പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് മറ്റ് ടൂൾസ് ഒന്നും ഇല്ലെന്നാണ് സത്യം. കുറച്ച് ക്ലെയിം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇഷ്ടത്തിന്, അതായത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഈ വീഡിയോ ഫുൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. കാരണം ഇതിൽ ഞാൻ പെർഫെക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊന്നും പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ല. അതായത് നമുക്ക് ഫസ്റ്റ് പപ്പിക്കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ക്ലേ ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറച്ച് ഓഫ് വൈറ്റ് ആയിരുന്നു. അപ്പം കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എയർ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ക്ലേ കട്ടിയായി പോകും കേട്ടോ. കുറച്ച് ബ്രൈറ്റ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കളർ കുറച്ച് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിനെ എടുത്തിട്ട്, അതായത് ഷേപ്പ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതേ ഷേപ്പ് പോലെ റൗണ്ട് ആക്കി എടുക്കുക. അതായത് താഴെ വീതി കൂടിയും മുകൾ ഭാഗം വരുമ്പോൾ കുറച്ച് വീതി കുറഞ്ഞ് വരുന്ന രീതിക്ക് വേണം സെറ്റ് ചെയ്യാൻ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഒട്ടിക്കുന്നതല്ലേ, അപ്പോൾ ഒരു ബോക്സോ എന്തെങ്കിലും, കാരണം നമുക്ക് ആ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ടൂൾ മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ടൂൾ മറ്റെങ്ങും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. വീഡിയോയുടെ അവസാനം പറയാം എന്താണ് കാരണമെന്ന്. ഓക്കെ, അപ്പം പപ്പിയുടെ ബാക്ക് സൈഡാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു പോയിന്റ് പോലെ സെൻറ്ററായിട്ട് അകത്തോട്ട് മടക്ക് പോലെ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ആർട്ട് ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ കസിനാണ്. ആൾക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നീട്ടിയെടുക്കുക. അടുത്തതായി ഞങ്ങൾ ഉണ്ടാക്കുന്നത് കൈയാണ്. അതായത് പപ്പിക്കുട്ടിയുടെ കൈക്ക് വേണ്ടതാണ് പാർട്ട് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും ഒരേ അളവിനായിരിക്കണം കട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തതിന് ശേഷം കൈവിരൽ പോലെ ജസ്റ്റ് 2 വര ഇടുക. അപ്പോൾ ഒത്തിരി നാച്ചുറാലിറ്റി തോന്നിക്കാനാണ് കേട്ടോ. അതിനുശേഷം ഫിക്സ് ചെയ്യാം. പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞങ്ങളത് വെച്ചപ്പോൾ ഒരുപാട് നീളമായിപ്പോയി കൈക്ക്. 2ാം വിലക്ക് പിന്നെ റീഫിക്സ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാം ഫിക്സ് ആയി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോഴ്സ് കൊടുക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ വെക്കുന്നത് കുഞ്ഞു വാലാണ്. കുഞ്ഞു വാലുകളല്ല, കുഞ്ഞു വാല്. അത് കുഞ്ഞു വാലിൻ്റെ അതേ ഷേപ്പിൽ താഴെ തെറ്റം നല്ല വീതി കുറഞ്ഞതും മുകൾ ഭാഗം കുറച്ച് വീതി കൂടെ കേട്ടോ. വലിയ വാല് വെക്കരുത് കേട്ടോ, കുഞ്ഞു വാലാണ് അതിൻ്റെ ഭംഗി. അതിനുശേഷം അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് കൈ ഒരുപാട് നീളം വെച്ചിട്ടുണ്ടെന്ന്. കൈ കുറച്ചും കൂടെ അകത്തോട്ട് വെച്ചതിന് ശേഷം വീണ്ടും റീഫിക്സ് ചെയ്ത് വെക്കേണ്ടി വന്നു. പക്ഷേ അതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫേസ് ആണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഒരു റൗണ്ട് ആക്കിയതിന് ശേഷം കൈ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻട്രൽ പോർഷൻ ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം കണ്ണും മൂക്കും വരുന്ന പോർഷൻ അതേ ആംഗിളിൽ, അതായത് നമ്മൾ എന്താണോ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് നമ്മൾ മനസ്സിലൊരു രൂപം കാണുമല്ലോ, അതിൻ്റെ ഷേപ്പിൽ വേണം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ജസ്റ്റ് കണ്ണിൻ്റെ പോർഷനും മൂക്കിൻ്റെ പോർഷനും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തള്ളി ആ ഒരു ഷേപ്പിലോട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ പപ്പിക്കുട്ടീനെ ഉണ്ടാക്കാൻ. അതിനുശേഷം കൈ അടിഭാഗത്തും തലാന് മുകളിലായിട്ട് വരുന്ന രീതിക്ക് വേണം അത് പ്ലേസ് ചെയ്യാൻ തല. അതായത് ഒരു കുഞ്ഞ് ഗേറ്റിന് മുകളിലോ അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലോ ഇനി എത്തി നിൽക്കുന്ന പോലെ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ നോക്കിയാണ് കണ്ടുണ്ടാക്കുന്നതെങ്കിലും കൂടിയും നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയ വേണം. എങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കും. ചിലപ്പോൾ കൈയും തലയും ഒക്കെ ആയിരിക്കും ആദ്യം എല്ലാവരും സെറ്റ് ചെയ്തെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എനിക്ക് എളുപ്പം ഇതായിട്ടാണ് തോന്നിയത് കേട്ടോ. അതായത് വെയിറ്റ് കൂടിയ ഭാഗങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ എടുത്ത്
ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നേരത്തെ ഉണ്ടാക്കിയത് മീൻസ് ഈ വീടിൻ്റെ ആദ്യത്തെ ഭാഗത്ത് മിക്സ് ചെയ്യുന്ന കണ്ടിട്ട് റെഡ് കളർ ഒരു ക്ലേ കണ്ടില്ലായിരുന്നു. അത് ഈ പട്ടിക്കുട്ടിക്ക് കഴുത്തിൽ നമുക്ക് വെറും കഴുത്തായിട്ട് ഇട്ടേക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു കുഞ്ഞ് ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു. അതിനാണ് ഈ റെഡ് കളർ കൊടുക്കുന്നത്. അത് വൈറ്റിൽ ആ റെഡ് വരുമ്പോൾ ഒരു എടുപ്പ് കാണും. അവളത് അളവ് വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ, അവളെന്ന് വെച്ചാൽ എൻ്റെ കസിനാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അളവ് വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തത്. കാരണം ഞങ്ങളെ കയ്യിൽ കട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ മൂർച്ച നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ ഫിക്സ് ചെയ്യാൻ ടൂളൊന്നും ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അവൾ ഇതിപ്പോൾ സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് വീണ്ടും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് വേണം ചെയ്യാനായിട്ട്. കുഞ്ഞു കുഞ്ഞു തിങ്സൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഷാർപ്പായിട്ടുള്ളതും തിന്നായിട്ടുള്ളതും വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ ആവും. നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൈയുടെ പാടും അവരുടെ വിരലടയാളങ്ങളും അതിൽ പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു തരത്തിൽ അത് സെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം തലയുടെ പോർഷൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറിയതുകൊണ്ടാണ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം സെറ്റ് ചെയ്യുന്നത് ചെവിയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു 2 ചെവികൾ നീളത്തിൽ റോൾ ചെയ്തെടുത്ത ശേഷം ഒരേ ലെങ്തിൽ രണ്ട് ചെവികളാണ്. അപ്പോൾ രണ്ടിനും ഒരേ ലെങ്ത് ആയിരിക്കണം, എന്നാലേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അതിനുശേഷം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുക. കാരണം ചെവി ഒന്ന് വീതിക്കാണ് വരുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ കുറച്ച് വീതിക്കാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് പരത്തിയെടുക്കാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന അടുത്ത ടൂൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു പെൻ യൂസ് ചെയ്ത് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് ഫ്ലാറ്റായിട്ട് പരത്തി എടുക്കാനായിട്ട് ബ്രഷാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതും പെയിൻറ്റിങ് ബ്രഷ് അല്ല കേട്ടോ, മേക്കപ്പ് സെറ്റിലെ ബ്രഷില്ലേ അതാണ്. യൂസ് ഇല്ലാതെ ഇരുന്നപ്പോഴത്തേക്കും അതൊന്ന് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അത് ഉപയോഗിച്ച് പരത്തി എടുക്കുന്നുണ്ട്. അതായത് അതിന്നിട്ട് അതേ ഷേപ്പിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലേ കട്ടിയായി പോകും. അങ്ങനെ കട്ടിയാവുകയാണെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നോർമലി ചെയ്യുന്നത്, അതായത് കട്ടിയായ ക്ലേയിൽ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാടായി പോരുത് കേട്ടോ, എങ്കിൽ കയ്യിൽ ഒരുപാട് ഒട്ടും. കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും റെഡിയായി കിട്ടും. ഒരുവിധം നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. മെയിനായിട്ട് ക്ലേയിൽ ഒട്ടും വെള്ളം ചേർക്കരുത്, ഭയങ്കര പശ പോലെ ഒട്ടും. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നെക്സ്റ്റ് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ചെവിയുടെ 2 സൈഡായിട്ട് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫിക്സായി ഇരിക്കാൻ വേണ്ടിയാണ്. വെള്ളം തൊടുമ്പോൾ ക്ലേ കുറച്ച് സ്റ്റിക്കി ആവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഒട്ടിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫെവിക്കോള് മിക്സ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ജസ്റ്റ് വെള്ളം തൊട്ട് ശേഷം 2 സൈഡും ചെവി കറക്റ്റ് ഒരേ ലെവലിൽ ഒരേ ലെങ്തിൽ നന്നായിട്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡ് ഒരേപോലെ ചെറിയൊരു പ്രഷറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തതിന് സെറ്റ് ചെയ്യണത് കണ്ണും മൂക്കുമാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ മൂക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ചെറിയൊരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കടുകുമണിയുടെ അത്ര പോലും ഇല്ലാത്തൊരു കുഞ്ഞ് ബ്ലാക്ക് കളർ കുഞ്ഞ് ബോൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ഹോളിലോട്ട് ഇറക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ മൂക്ക് വീണ്ടും പരന്നു പോകും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ മൂക്കിൻ്റെ അവിടുത്തെ ജസ്റ്റ് ഈ ഒരു വളവ് പോലെ ഒരു ബെൻഡ് വരുന്നുണ്ടല്ലോ, ആ ഒരു പോർഷൻ സെറ്റ് ചെയ്യാനായിട്ട് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. ഫുൾ കവർ ഒരുപാട് ഫോഴ്സ് കൊടുത്ത് ചെയ്യരുത്, ജസ്റ്റ് ഫോഴ്സ് കൊടുത്ത് റോൾ ചെയ്തെടുക്കുക. ഇതില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മുടെ പേനയുടെ റീഫില്ലർ ഇല്ലേ അത് വെച്ച് സെറ്റ് ചെയ്താണെന്നേ ഉള്ളൂ. പുറകുവശത്ത് കുറച്ച് അഴുക്ക് പറ്റിയിട്ടോ, അത് ജസ്റ്റ് ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ബഡ്സ് വെച്ച് തുടച്ചെടുക്കുകയാണ്. പിന്നെ ബാക്ക് സൈഡ് നമ്മൾ സെറ്റ് ചെയ്ത വാല് വളഞ്ഞു പോയി, അപ്പോൾ അത് ജസ്റ്റ് പിന്നി വെച്ച് പുറത്തോട്ട് നല്ല ഷേപ്പാക്കി വെച്ചേക്കുവാണ് കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെറ്റ് ചെയ്യുമ്പോഴേ നല്ല ലെവലിൽ വൃത്തിക്ക് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക്
സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ പുറകിൽ ഇവളീ വട്ടത്തിന് സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാൻ കേട്ടോ. ഞാൻ തന്നെ കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. പിന്നെ ജസ്റ്റ് സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്തത് ഫേസിലാണ് കേട്ടോ. പേന, സാധാ 3 രൂപയുടെ പേന ഉപയോഗിച്ചാണ് കണ്ണ് വരയ്ക്കുന്നത്. രണ്ടും ഒരുപോലെ വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ വേറെ ഒരു വർക്കും ഇല്ല, വരയ്ക്കുന്നതിൻ്റെ പെർഫെക്ഷൻ കൂടെ ഇരിക്കും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് 2 സൈഡും സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതുപോലെ തോന്നിയത് അകം ഭാഗത്ത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ കുഴപ്പമില്ല, ഇത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനുള്ളതായതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടുമ്പോൾ അകം ഭാഗം ആരും കാണുന്നില്ല. പിന്നെ ഒരു ടൂളില്ലാതെ ഇത്രയും ഫിനിഷിങ്ങോടെ സെറ്റ് ചെയ്തെടുത്ത് അത് വളരെ ഒരു കാര്യമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ടൂൾസ്. സേഫ്റ്റി പിൻ, പേന. ഇതിൽ മെയിൻ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടത്തില്ല. ഇതാണ് ഒരു ടൂൾ. ഇത് കർട്ടൻ്റെ ക്ലിപ്പാണ് കേട്ടോ, പഴയ. പിന്നെ ഇതിൻ്റെ എഡ്ജ് ഒരുപാട് ഷാർപ്പല്ലാത്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്ത മറ്റൊരു സംഭവം പൊട്ടിപ്പോയൊരു ക്ലിപ്പിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. അതിൻ്റെ ടിപ്പ് ഷാർപ്പായതുകൊണ്ട് കളർ നമുക്ക് ചുരണ്ടിയെടുക്കാമല്ലോ. പിന്നെ ആ പപ്പിക്കുട്ടിയുടെ പുറകുവശത്ത് നമ്മൾ സെറ്റ് ചെയ്ത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കണ്ണു വയ്ക്കാതിരിക്കാനാണെന്ന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.